പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കള്, ആയിരക്കണക്കിന് മക്കള് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ടി ചെയ്യേ. അവരെല്ലാം പ്രാർത്ഥിക്കണേ, കർത്താവേ, ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നില്ല അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവേ, അത് നിന്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ
പലതരത്തിലുള്ള ഡയഗ്നോസൊക്കെ കഴിയുമ്പോൾ ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറയണം ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല. അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞ് തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ട് ഉണങ്ങിപ്പോണ പോലെ നിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ സാമ്പത്തികമായ മേഖലകളിൽ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവേ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരാരും ഒന്നും അവർക്ക് സങ്കടം. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും, ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവേ അവരങ്ങ് ഉറങ്ങണമെമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. നമ്മൾ ഈ ജപമാല നമ്മളെ എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്നറിയാമോ? ആ ജപമാല ഒന്നാമത് ലളിതമായ പ്രാർത്ഥനയാണ്. മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പ് വരുത്തും. നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏജൻറ്റിന് കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ, നിങ്ങൾ അളിയൻ വിളിച്ചോ കൊണ്ടുപോകാന്ന് തിരിക്ക് വിളിക്കുക. ഇപ്പം നിൻ്റെ ഭാര്യയുടെ അളിയനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എളുപ്പം കൊണ്ടുപോവാ, എത്ര നേരമായി, നമ്മൾ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മളെ ഇടംബലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും. കാര്യം തട്ടിക്കാനുള്ളവൻ ധൃതി കാണിക്കും എപ്പോഴും. അത് എപ്പോഴും ഓർത്തേക്കണം. തട്ടിപ്പ് ആൾക്കാർ ധൃതി കാണിക്കും. എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നല്ല, പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കണത്. പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ. പിന്നെ നമുക്ക് അരഞ്ഞു കൂപ്പി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മളെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്, സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അത് നിങ്ങളെ എന്തെങ്കിലും പൂച്ച കുരിച്ച് വരക്കണവരെ എന്തെങ്കിലും കാണിച്ച് പോകരുത്. ചില ആൾക്കാർക്കൊരു പരിപാടിയുണ്ട്, ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടി നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷേ കർത്താവിൻ്റെ തരുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് പിശാചുകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വേളാങ്കണ്ണി പോകാൻ വേണ്ടി കയറിയാൽ മതി വണ്ടിയെ. നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെങ്ങാനും തീരുവായത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും. പിശാച് അപ്പം തന്നെ വണ്ടിയെ കയറുകയാണ്. അപ്പോൾ വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം. കാര്യം ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മളെപ്പോഴും ഈടറവോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലിരിക്കണത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നായിരിക്കും ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ നിന്നെ പ്രതിയായിരിക്കും സംരക്ഷണം. ജപമാലയിൽ 6 നന്മ നിറഞ്ഞ മറിയ എന്നുള്ളത് 6 ദൈവവചനമാണ്. സ്വർഗസ്ഥനായ പിതാവിനും 6 ദൈവവചനമുണ്ട്. പക്ഷേ ഇനി ജപമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര സംഭവങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ലോകത്തെ വീണ്ടെടുത്ത സംഭവങ്ങൾ ജപമാലയിലുള്ളത്. എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ പ്രായമുള്ളവർ ചൊല്ലി വക്രിച്ച് കളഞ്ഞു ജപമാല. ആ ജപമാലയുടെ ഒരു ഭക്തി, ഒരു വിശ്വാസത്തിൽ ചെല്ലുന്ന ആൾക്കാരുണ്ട്. പിന്നെ വാപോയ കൊടാരി പോലെ ജപമാല ചെല്ലുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ പിള്ളേർ കേട്ട് ഈ ജപമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കണമെന്നുണ്ടെങ്കിൽ ജപമാലയേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. ഇപ്പം ഞങ്ങൾക്ക് കാനന നമസ്കാരം ഉണ്ടല്ലോ അച്ഛന്മാർക്ക്. അപ്പോൾ കാനന നമസ്കാരം ചെല്ലിയാലും ഞാൻ ജപമാല ചെല്ലും.
അതിൻ്റെ അപ്പുറത്ത് കര നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് 2 ജപമാല ചൊല്ലും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജപമാലയാണ്. കാരണം രക്ഷാകര സംഭവം മൊത്തം ഉള്ളത് ജപമാല ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജപമാല ഒരു ദൈവത്തോട് നന്ദി പറയണം. ജപമാല തന്നതിന് എവിടെ പോകുമ്പോഴും ജപമാല നമുക്ക് ചെല്ലാം. ഇപ്പം നിങ്ങൾ കഴുത്തിടുകയും പോക്കറ്റിടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണമാണ്. പേഴ്സിൽ വെക്കാൻ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഒരു 5 മാർക്കാണ് ഉള്ളത് കഴുത്തിടുന്നവർ. പക്ഷെ ബാക്കി 95 മാർക്ക് എന്തിനാണ്? ജപമാല ചെല്ലുന്നതിനാണ്. ജപമാല ചെല്ലാതെ കഴുത്തിടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് പിശാച് വരാതിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ജപമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണമൊക്കെ ഇല്ലേ, അത് ആ ആൾക്കാർ ജപമാല ചൊല്ലണ കൂടി നമ്മളാണ് അത് പൂർണ്ണമാകണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് 12 വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ കാര്യം വെച്ചാൽ റോമ 1:16 എടുത്തേ. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. റോമ 1:16. ജപമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ്. അപ്പോൾ ജപമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ. അപ്പോൾ ജപമാല നമ്മൾ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കണത്. ഓക്കെ അല്ലേ? വചന പെരുമഴ പെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ പുണ്യഭൂമിയിലായിരിക്കാൻ അനുവദിച്ചതിനെ ഓർത്ത്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ എളിയ കുടുംബത്തെ ഉയർത്തിയതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവേ മരിയ. എൻ്റെ പേര് ഷെറിൻ, ഇതെൻ്റെ ഹസ്ബൻഡ് വിവേക്, മക്കൾ ആരൺ ആൻഡ് ഈവ. ഞങ്ങൾ വരുന്നത് UK ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ്. 20 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ മറ്റൂർ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകാംഗങ്ങളാണ്. 2019 ഡിസംബർ മാസത്തിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എൻ്റെ മകൾ 2015 ജൂണിലാണ് ജനിച്ചത്. 2015 ഡിസംബർ മാസം മുതൽ 2019 ഡിസംബർ മാസം വരെ 4 വർഷം കണ്ടിന്യൂസ് ആയി മകൾക്ക് വീസിങ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എവറി 2 വീക്സ് നമ്മൾ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കുകയും ചെയ്തിരുന്നു. ഒത്തിരി പ്രാവശ്യം അവൾക്ക് ആൻറ്റിബയോട്ടിക്സ്, സ്റ്റീറോയിഡ്സ് ഇങ്ങനെ എല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്ററിൻ്റെ, എൻ്റെ ബ്രദറിൻ്റെ വൈഫ് റീനു പറഞ്ഞത്, ചേച്ചി ഇവിടെ കൃപാസനം എന്നൊരു പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ആലയമുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, അപ്പോൾ ചേച്ചി അവിടെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ കോപ്പറേഷനോട് കൂടെ തന്നെയാണ് ഞാൻ ആ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടത്. പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മോളെ അഡ്മിറ്റാക്കുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ഒരു 7 ദിവസത്തേക്ക് വരികയും എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചേച്ചി എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിട്ടിരുന്നു. മാതാവിൻ്റെ ഉപ്പ്, മാതാവിൻ്റെ തൈലം, തേന്, 2 ചെറിയ കാശുരൂപം. അപ്പോൾ അത് കിട്ടിയ ദിവസം മുതൽ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ജപമാല കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. മക്കൾ 2 പേരും കാശുരൂപം കയ്യിലേന്തിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മോളുടെ വീസിങ് സ്റ്റോപ്പായി. അത് സ്റ്റോപ്പായെന്ന് നമ്മൾ അറിയുന്നത് 2-3 മാസങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ പല പ്രാവശ്യം മോളെ ഇതിനിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പനിയും ജലദോഷമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഡിസംബർ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി വസ്തുക്കൾ അവിടെ എത്തിച്ചതിന് ശേഷം ഒരിക്കൽ പോലും മകൾക്ക് വീസിങ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂർണ്ണ സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചു. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് 2020 കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോവിഡ് സമയത്തൊക്കെ മോളെ ഇതുപോലെ 2 വീക്സ് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ലായിരുന്നു. അവിടെ അഡ്മിഷൻസ് എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ ഇതെല്ലാം നേരത്തെ കണ്ട് ഈ എളിയ കുടുംബത്തെ ഞങ്ങളുടെ മകളിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് ചേർത്തു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ദുരിതമായിട്ടല്ല, ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കും കണ്ടിന്യൂസ് 11 മാസം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല. 2020 നവംബറിൽ വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ വൈറൽ ഫീവർ പോലെ വന്നിരുന്നു. കോവിഡിൻ്റെ പീക്ക് ടൈമിലാണ്. ആ സമയത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ അവിടെ ആംബുലൻസ് വിളിക്കുകയും ബാക്ക് ടു ബാക്ക് കുറേ പ്രാവശ്യം നെബുലൈസേഷൻ കൊടുത്തെങ്കിലും മകൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാതെ വരികയും നേരെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നതുപോലെ തന്നെ ഒത്തിരി ഇൻഫ്യൂഷൻസ് എല്ലാം അവൾക്ക് സ്റ്റാർട്ട് ചെയ്തു. എത്ര നെബുലൈസേഷൻ കൊടുത്തിട്ടും അവൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തത് കൊണ്ട് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം വന്നു.
എനിക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് താന്നു പോണ ഒരു വിഷമമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഈ ലങ്സ് ക്ലിയർ ആകാതെ വന്നാലും ഹൈ ഡിപ്പെൻഡൻസി പോയാലും ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മകളെ നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി 2 കൈ വിരിച്ച് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ കൊണ്ടുവന്ന അതുപോലെ തന്നെ എനിക്ക് അമ്മയെ എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുപോകണം. എൻ്റെ മക്കൾക്കിടയിൽ 2 മിസ്കാരേജസ് ഉണ്ടായിരുന്നു. ഈ 4ാമത് മോളുണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാത്രം പ്രവർത്തനം കൊണ്ടുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് ശേഷം നന്നായി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ നെഞ്ചിൽ നിന്നൊരു കല്ലെടുത്ത് മാറ്റിയ ഒരു എന്താ പറയണത്, ഒരു ലൈറ്റ് വെയ്റ്റനിങ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ പുറത്ത് വന്ന് അവരോട് ഞാൻ ചോദിച്ചു, കുറച്ച് സമയം കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മേൻ്റെ മോളെ തൊട്ട് സുഖപ്പെടുത്തും, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലേക്ക് മാറ്റേണ്ടി വരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. അങ്ങനെ വാർഡിലേക്ക് അവളെ ഓക്സിജൻ വെച്ച് എല്ലാ ഇൻഫ്യൂഷൻസോട് കൂടെ തന്നെയാണ് അവളെ മാറ്റിയത്. അങ്ങനെ ആ ഒരു രാത്രി മുഴുവൻ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് എത്തിച്ചു തന്നു. അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ അതുപോലെ തന്നെ അവരോടും പറഞ്ഞിരുന്നു, മെഡിസിൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും മകനോടും കുഞ്ഞു ഇതുപോലെ തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ, അത് മാത്രമേ രക്ഷയുള്ളൂ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. എൻ്റെ മകൻ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി. അന്ന് മോൾക്ക് 4 വയസ്സും മോന് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വാർഡിൽ വെച്ച് നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സ് റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ആ ഹോൾ നൈറ്റ് ഞാൻ ജപമാല ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ അപ്ലൈ ചെയ്ത് ഉറങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവൾ അസസ് ചെയ്തിട്ട് പറഞ്ഞു, ഇൻഫ്യൂഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക, ഇനി ഒരു ഒബ്സർവേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവളെ വീട്ടിലേക്ക് വിട്ടേക്ക്. അപ്പോൾ കൂടുതൽ ഡോക്ടേഴ്സിന് ഡൗട്ടായിരുന്നു, ഇത് സ്ലോലി വീൻ ചെയ്തിട്ടാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുക. പക്ഷേ മോളുടെ കാര്യത്തിൽ അത് പരിശുദ്ധ അമ്മ ഡോക്ടറിലൂടെ സംസാരിച്ചു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നീട് ഒരിക്കലും ഇന്ന് മോൾക്ക് ഈ കഴിഞ്ഞ ജൂൺ വന്നപ്പം 10 വയസ്സായി, ഒരിക്കലും അവൾക്ക് വീസിങ് എന്നൊരു ഇഷ്യൂ വന്നിട്ടില്ല. നമുക്കങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നീട് 2022 മകൻ ആരണ സ്കൂളിൽ നിന്ന് വരുമ്പം അവൻ്റെ ദേഹത്ത് മുഴുവൻ ഈ ഫ്ലൂയിഡ് ഫിൽ ബ്ലിസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. ഈ ചിക്കൻ പോക്സ് വരണ പോലെ അത് വന്നിരുന്നത്. പക്ഷേ മോന് ചിക്കൻ പോക്സ് നേരത്തെ വന്നിരുന്നതുകൊണ്ട് മങ്കി പോക്സ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അലർജിക് റിയാക്ഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് അവനൊരു സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റും പിന്നെ അലർജിയുടെ മെഡിക്കേഷനും കൊടുത്തു. 2 ദിവസം അത് കൊടുത്തിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാതായി. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇതൊരു ട്യൂസ്ഡേ ആണ് മോൻ വരുന്നത്. ഞാൻ സാറ്റർഡേ ഈ ട്യൂസ്ഡേ വെനസ്ഡേ കൊടുത്തിട്ട് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഈ 3 ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മകനെ ചെയ്തത്, എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ മാതാവിൻ്റെ ഉപ്പ് മാത്രമാണ്. അത് രാത്രിയൊക്കെ വെളുപ്പിന് 2 മണിക്കും 3 മണിക്കൊക്കെ ഒരു ബക്കറ്റിൽ അത് നിറച്ചിട്ട് വെള്ളം നിറച്ച് ഉപ്പിട്ടിട്ട് ഞാനും എൻ്റെ മകനും കൂടെ വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലും, സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ പറയാം. ആ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ മകൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ഓൺലൈൻ ഉടമ്പടി, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ ഒന്നുകൂടി ഓൺലൈൻ ഉടമ്പടി പുതുക്കി. അതിൻ്റെ ഫലമായിട്ട് ഈ ബ്ലിസ്റ്റേഴ്സ് ഇത് കണ്ടവരെല്ലാം പറഞ്ഞ് കുറേയൊക്കെ ചൊറിഞ്ഞ് മാന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടവരെല്ലാം പറഞ്ഞ് ഈ പാടുകളെല്ലാം കുറേ നാളത്തേക്ക് അവശേഷിക്കും. പക്ഷേ മാതാവ് തൊട്ടപ്പോൾ, മാതാവ് സൗഖ്യപ്പെട്ടപ്പോൾ ആ പൊട്ടിയ ഒരു പാട് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ബ്ലിസ്റ്റേഴ്സ് 4ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നു പോയി. ആവേ മരിയ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിന് 2024 ജാനുവരി മുതൽ തമ്പ് നെയിലിൽ ഒരു പേർപ്പിൾ ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം തന്നെ ജൂൺ മാസം ഡോക്ടറെ കാണിക്കുകയും അവർ പെട്ടെന്ന് തന്നെ ഒരു 2 വീക്സ് ഡെർമറ്റോളജി ക്യാൻസർ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതൊരു സ്കിൻ ക്യാൻസറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർ നമുക്ക് തന്ന ലെറ്ററിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വീക്സിലെ അപ്പോയിൻമെൻറ്റിൽ ബയോപ്സി എടുക്കും, അല്ലെങ്കിൽ നെയിൽ റിമൂവ് ചെയ്യണമെന്ന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇത് പറഞ്ഞത് 4 ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കൃപാസനത്തിലെ ഉടമ്പടി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ, ബൈബിൾ വായന, വിശുദ്ധ കുർബാന, ഇതൊന്നും മുടക്കാതെ ഈ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീട്ടിൽ ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്കൊരു മനസ്സിലൊരു ഉറപ്പ് വന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടെ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം കിട്ടിയൊരു സാക്ഷ്യം പറയുമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു
തോന്നൽ വന്നു. ഞങ്ങൾ 2 വീക്സ് റെഫറലിന് ചെന്ന് കഴിഞ്ഞപ്പം അവർ അസസ്മെൻറ്റിന് എൻ്റെ ഹസ്ബൻഡിനെ റൂമിലേക്ക് കയറ്റിയ സമയത്ത് ഞാൻ ഡോക്ടേഴ്സ് ഇരുന്ന് അവിടെ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവർ പോയ സമയത്ത് സ്കോപ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിൽ നോക്കാനിരിക്കുന്ന ആ സ്കോപ്പിലും ഒരു കുരിശിട്ട് ഉടമ്പടി ഉപ്പ് കൊണ്ട് ഒരു കുരിശിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് നമുക്ക് ഇപ്പം നെയിലൊന്നും ചെയ്യേണ്ട, ഒരു 6 months റിവ്യൂ വയ്ക്കാം. അപ്പം നമുക്ക് ഇനി ഫർദർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തായാലും ചെയ്താൽ മതി. ഞാൻ ആ സമയത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിനെ സുഖപ്പെടുത്തിയെന്ന്. എങ്കിലും ഒരു ഡോക്ടർ അത് സ്കിൻ ക്യാൻസറിൻ്റെ ഒരു സിംറ്റം ആയതുകൊണ്ട് ആ ഡോക്ടറിന് ഒരിക്കലും സംശയം തോന്നരുതെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബറിൽ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 2025 ജാനുവരിയിലാണ് അദ്ദേഹത്തിന് റിവ്യൂ പറഞ്ഞിരുന്നത്. റിവ്യൂവിൽ ചെല്ലുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പം ഫർദർ ഗ്രോത്ത് ഇല്ല, എന്നാൽ പോലും ഇത് വേറെ ഒന്നും നമുക്കാകാം, ഇതായിരുന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവിടുത്തെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജൂനിയർ ഡോക്ടറിനോട് പറഞ്ഞു, ഒന്നുകൂടെ സ്കോപ്പ് വെച്ചിട്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ ഇതിന് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത്. അപ്പം അവിടെയും പരിശുദ്ധ അമ്മ ഞങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്തിരുന്നത് ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നു, ഉടമ്പടി ഒരു മാതാവിൻ്റെ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉപ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിലിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ നനച്ച് വെച്ചിട്ട് വൈകിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ 6 months ഞങ്ങൾ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനും പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യമാണ്. ഞാൻ 13 വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആവുന്നത്. ഞാൻ ആ ഒരു സമയം തൊട്ട് ഞാൻ അറിയാതെ പോയ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു, PCOD ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് 2019, 20, 21 ആ ഒരു സമയങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതുകൊണ്ട് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഒരു 3 ദിവസം മുമ്പേ തൊട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്തെങ്കിലും അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്നുള്ള ഇറിറ്റേഷൻ കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം പെട്ടെന്ന് തന്നെ താഴേക്കിടും, അല്ലെങ്കിൽ മൊബൈൽ, ഞാൻ എല്ലാ സാധനങ്ങളും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു സമയം എൻ്റെ കൺട്രോൾ എനിക്ക് ഒരിക്കലും കൺട്രോൾ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എഫക്റ്റ് ചെയ്തിരുന്നത് എൻ്റെ മക്കളെയാണ്. മോൾക്ക് അന്ന് അത്ര അങ്ങോട്ട് പ്രായമായില്ല, അതുകൊണ്ട് അവൾ അതൊത്തിരി അങ്ങ് അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മകനാണ് അതിനെല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഹസ്ബൻഡ് കുറച്ചുകൂടെ പക്വതയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ ഒരു സമയം ഞാൻ ആരോടെങ്കിലും അങ്ങനെ ഒരു ദേഷ്യപ്പെടുവോ ബുദ്ധിമുട്ട് കാണിക്കുകയോ, പ്രത്യേകിച്ച് എൻ്റെ മകനോട് ഇന്ന് ഞാൻ പരസ്യമായി പരിശുദ്ധ അമ്മയുടെ ഈ തിരുവൾത്താരയിൽ നിന്നുകൊണ്ട് ഞാൻ മാപ്പ് പറയുകയാണ്. ആവേ മരിയ. ഇതൊക്കെയാണ് ഞാൻ എടുത്തു പറയാനുള്ളത്. ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളിലെല്ലാം അച്ഛൻ ആരാധന സമയത്ത് പറയും ഈ ഉടമ്പടി തൈലം അടിവയറിൽ തേച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടി. ഞാനായിട്ട് വളർന്നു വരുന്ന മക്കൾക്ക് ഇനി എന്നെ കൊണ്ടൊരു റോൾ മോഡൽ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കൊരു ദുർമാതൃകയാവാതെ പോകാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്ക് റെഗുലറായിട്ട് പീരിയഡ്സ് ആകും. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഡേറ്റ്സ് വരെ ഇപ്പം മറന്നു പോകാറുണ്ട്. അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പം കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചു കൊണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ആണ് ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ചിലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെയാണോ കൊടുക്കുന്നത്. കാരണം ഞാൻ അവരെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, ഞാൻ കൃപാസന പത്രമല്ല ഞാൻ തരുന്നത്, ഞാൻ മാതാവിനെയാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബിന്നിലിടില്ല എന്നുള്ളൊരു ഉറപ്പ്, മാതാവിനെ ബിന്നിലിടില്ല എന്നൊരു ഉറപ്പ് എനിക്ക് വേണമെന്നുള്ളത് പറയാറുണ്ട്. പിന്നെ ഈ ഇവിടെ വന്ന് പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഓടി നടന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിന് ഒത്തിരി സഹായിക്കാൻ പറ്റാറില്ല. അദ്ദേഹം ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളെങ്കിലും അദ്ദേഹം ആർക്കെങ്കിലും വീട് വേണമെങ്കിലോ അക്കോമഡേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ജോലി വേണമെങ്കിലോ വണ്ടി വേണമെങ്കിലോ ഒക്കെ ഞങ്ങളുടെ ഒരു ചുരുങ്ങിയ സമയം കിട്ടുന്ന ആ സമയത്തും അദ്ദേഹം അതിന് വേണ്ടി പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്കത് വിഷമമില്ല. ഇന്ന് മാതാവിന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എത്ര വേണമെങ്കിലും, നമ്മുടെ സമയം അതിന് ഒരു പ്രശ്നമേ അല്ല, പൊക്കോട്ടെ. പിന്നെ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി മുമ്പോട്ട് അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ. പിന്നീട് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പം അവിടുത്തെ എമർജൻസി ഫുഡ് ബോക്സിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മൾക്കത് ചെയ്യാൻ സാധിച്ചത്. പിന്നെ എല്ലാ മാസവും പരിശുദ്ധ അമ്മയായിട്ട് നമ്മളെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതുവരെ നമുക്ക് എല്ലാ മാസവും ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത്
ഞാൻ ഞായറാഴ്ച മാത്രം കുർബാന കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ അവധി ദിവസങ്ങളിലെല്ലാം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. എത്ര വയ്യെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. കുമ്പസാരം ആണ്ടുകുമ്പസാരമാണ് നടത്തിയത്. ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് കുമ്പസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു. പിന്നെ ജപമാല ഒരിക്കലും വീട്ടിൽ മുടങ്ങാറില്ല. 7 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ ജപമാല എത്തിക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡ് മക്കളോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെല്ലുന്നുണ്ട്. പിന്നെ ഒരു ആത്മസംയമനമാണ് എനിക്ക്. പെട്ടെന്ന് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു ഇൻസൈറ്റ്, ഇത് ഇവരിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും, അവിടെ നിങ്ങൾ കുറച്ച് ആത്മസംയമനത്തോടു കൂടെ പെരുമാറണം എന്നുള്ളൊരു ഇൻസൈറ്റ് എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് കൃപാസനം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിടമല്ല എനിക്ക് കൃപാസനം. അത് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ രാവിലെ മുതൽ രാത്രി ഞാൻ കിടക്കുന്നത് വരെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, ഉടമ്പടി സാക്ഷ്യങ്ങൾ, ജോമോൾ സിസ്റ്ററുടെ ലിവിങ് ഓറക്കിൾസ്, അതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നാണ് എല്ലാ സൺഡേയ്സും കാണുന്നത്. അനുഗ്രഹ പ്രാർത്ഥന, ഇതെല്ലാം ഞാൻ കൂടുന്നുണ്ട്. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കൃപാസനം ഇന്ന് എനിക്ക് എൻ്റെ ഈ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എൻ്റെ ആത്മാവിന് ഭക്ഷണമാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എനിക്ക് ആത്മാവിൻ്റെ പാനീയമാണ്. പിന്നെ ഈശോ അരുളി ചെയ്യുന്നത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്നാണെന്ന്. അപ്പം ഇന്ന് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പം എനിക്ക് എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളാകാൻ ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ ഐ ലവ് ജീസസ്, ഐ ലവ് ഹോളി മേരി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എൻ്റെ പേര് വിവേക്. ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനയിലും എന്നും എപ്പോഴും ഓർക്കുന്നതാണ് മാതാവിനെയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരിക്കലും കൂടി നന്ദി പറയും. 1 സാമുവേൽ 12:14. നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. ഷെറിൻ ജോയ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മകനുടെ വാക്കുകൾ ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ സ്പർശിക്കുന്നത് എത്ര കണ്ട് അമ്മ മാതാവ് കുടുംബത്തെ സ്വാധീനിക്കുന്നു, അമ്മ മാതാവ് കുടുംബത്തിൻ്റെ ഓരോ കാര്യത്തെയും ക്രമപ്പെടുത്തുന്നു, അമ്മ മാതാവ് എത്ര വലിയ സമാധാനവും പ്രത്യാശയും കുടുംബത്തിന് കൈമാറുന്നു എന്ന സന്ദേശമാണ്. മകൾ പറയുന്നുണ്ട്, ഇന്നെനിക്കതിൻ്റെ ആഹാരവും പാനീയവുമാണ് ഉടമ്പടി ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും. അതാണ് എൻ്റെ ഊർജ്ജ സ്രോതസ്. അത് ഇല്ലെങ്കിൽ ബാറ്ററി വീക്കാകുന്നത് പോലെ എൻ്റെ ജീവിതം തന്നെ വീക്കായി പോകും. സാക്ഷ്യകൂടാരത്തിൽ മകൾ പറഞ്ഞിരുന്നു, ഉടമ്പടിയിൽ എടുത്തതിന് പുറകോട്ട് അച്ഛൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങൾ അതാണ് ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടിയുടെ ആ ചൊവ്വാഴ്ച ദിവസത്തെ ഒരു ധ്യാനം കേൾക്കുന്നതല്ല എൻ്റെ രീതി. ഞാൻ എല്ലാ ദിവസവും അതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മുറിക്കുള്ളിൽ ഉടമ്പടി ധ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ, സാക്ഷികൾ മാത്രമേ ഉള്ളൂ എന്ന് സഹോദരി പറയുന്നതിന് കാരണം പുറകോട്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഓരോ ധ്യാനങ്ങളെയും അത് പഴയ ഫയലുകളെടുത്ത് ഓരോന്നും കണ്ടുകൊണ്ട് എത്ര കണ്ട് ഉടമ്പടി പ്രകാരം ജീവിതത്തെ നന്മകളാൽ നിറയ്ക്കാമോ, വിശുദ്ധിയിൽ വളർത്താമോ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താമോ, മറ്റുള്ളവർക്ക് ചെയ്യാനാവുന്ന നന്മ പ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യാമോ, ആ രീതികളിലേക്കൊക്കെ കുടുംബം ഒരുമിച്ച് വളരുന്നതിന് ഉയരുന്നതിന് അമ്മ മാതാവ് ഈ നാളുകളിൽ കുടുംബത്തെ ഓരോരുത്തരെയും സഹായിച്ചതിനെയാണ് മകൾ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുക. ഇത് നിത്യതയിലേക്കുള്ള നമുക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു ജീവിതക്രമമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം ഈ നാളുകളിൽ നമുക്ക് കൈമാറിയ പദ്ധതിയായി ഉടമ്പടിയെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ ഫലം ചൂടുന്നത്. അത് തായ്തടിയോട് ചേർന്ന് ശാഖകൾ വളരുകയും തളിർക്കുകയും ഫലം ചൂടുകയും ചെയ്യുമെന്ന് സഹോദരി പറഞ്ഞതുപോലെ നമ്മൾ എത്ര കണ്ട് ലോകാവശ്യങ്ങളിൽ നിന്ന് ദൈവികമായ നിയോഗങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുത്ത് വളർത്തുവാൻ വേണ്ടി
നാം ശ്രദ്ധിക്കുകയും ഉയരുകയും ചെയ്യുന്നുവോ അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുക. അത് നിത്യതയാണ് നാം എത്തിച്ചേരേണ്ട ഇടം. ആ നിത്യതയ്ക്കുള്ള ഫലങ്ങളാണ് ഈ ലോകത്തിൽ നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കേണ്ടത്. ആ ഒരു ബോധ്യം ഈ കുടുംബത്തിൽ നൽകുകയും കുടുംബം അതിൽ സന്തോഷത്തോടെ വളരുകയും ചെയ്യുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തതയെ ആഴപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.